ഹലോ ഗൈസ്, എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. എന്ത് പരിപാടി ഇതല്ലേ? ക്യാമറ മാറിയോ? അയ്യോ, ഫ്ലാറ്റ് മാറിപ്പോട്ടോ. ഫ്ലാറ്റ് മാറിപ്പോയി. അപ്പൊ ഹലോ ഗായ്സ്, ശരിക്കും പോലെയാണ് ഞാനാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കടമക്കുടി കൂടെ നമ്മുടെ സുഹൃത്ത് വൈശാഖ് ഉണ്ട്. വൈശാഖിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് വൈശാഖ് ലിക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. മാൻ അത്ര വലിയ ചാനലൊന്നുമല്ല നമ്മുടെ മാൻ വൈൽഡ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി ചെയ്യുന്ന പോലെ. കാരണം പുള്ളിയുടെ ചാനലിൽ കാണുന്ന ഈ ഇടുക്കി ഏരിയയിൽ വരുന്ന പല ഗ്രാമപ്രദേശങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത് പുള്ളിയുടെ ചാനലിലൂടെ. അപ്പൊ എന്റെ സുഹൃത്തും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. നിങ്ങൾ അറിയാത്ത ഒരാളും കൂടിയാണ്. പുള്ളി ഒരു ഗംഭീര ആർട്ടിസ്റ്റും കൂടിയാണ്. ഞങ്ങൾ ഫൈൻ ആർട്സ് കോളേജിൽ ഒരുമിച്ച് പഠിച്ച. എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി വെച്ചോട്ടോ. ഇങ്ങോട്ട് വന്ന വഴിക്കേ അവിടെ ഒരു JCBക്ക് മണ്ണ് ഒതുക്കി ഇടുന്നത് കണ്ടു. അതൊന്ന് നോക്കാൻ വേണ്ടി കയറാന്ന് വെച്ചാൽ പക്ഷേ ഇവിടെ നല്ലൊരു കള്ള് ഷാപ്പ് ഉണ്ട്. ഞാൻ കണ്ടു, എന്റെ വഴിക്ക് ഉണ്ടായിരുന്നു. കള്ളു കുടിക്കില്ലല്ലോ, ഞങ്ങൾ പിന്നെ കള്ളു കുടിക്കാത്തതുകൊണ്ട് അടിപൊളി ഷാപ്പ് ഫുഡ് അല്ലേ? അതെ അതെ. നമുക്ക് അവിടെ ചെന്ന് കാടയിറച്ചി ഉണ്ടോന്ന് ചോദിക്കാം. അപ്പൊ ഈ പറഞ്ഞ വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷി നിരീക്ഷകരൊക്കെ വന്ന് എന്താ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ വൈശാഖ് ഇത്. ഇതല്ലേ? ഇവിടെ ഈ ഏരിയയിൽ ഒരുപാട് പുറത്തു നല്ല പക്ഷികളും അങ്ങനെയൊക്കെ വരുന്ന പക്ഷി നിരീക്ഷകരുടെ ഏറ്റവും എന്താ പറയാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ് കടമക്കുടി. കണ്ടൽക്കാടാണോ? ഈ പ്രദേശങ്ങളെ സംരക്ഷിക്കണ ശരിക്കും പറഞ്ഞ കണ്ടൽക്കാടുകളാണ്. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ കണ്ടൽക്കാടുകളാണ്. കഥ തുടങ്ങുന്നത് കടമക്കുടിയുടെ തെക്കേ ഷാപ്പിൽ നിന്നുമാകട്ടെ. ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കണ്ടു നോക്കാം. പോയോന്നറിയില്ല. കടമക്കുടി തെക്കേ ഷാപ്പാണ്. ഇവിടെ എന്താണ് കറികള്? ഇതൊക്കെ കറികള് അല്ലാതെ ഒരു 8 മണിക്ക് ശേഷം ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ കുറെ വ്ളോഗുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭക്ഷണം ഭയങ്കര നല്ല രുചിയാണെന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ആൾക്കാർ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നത്. ചേട്ടൻ കുറെ നാളായോ ഇവിടെ? ഇല്ല, ഞാൻ അധികമായിട്ടില്ല. അവർ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇവിടെ. ഞങ്ങൾ 3 പേര് ഇവിടെ സെലക്ട് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ചേച്ചി ഈ കാണുന്ന മീനുകളൊക്കെ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോണതിന് മുന്നേ എന്താ പറയാ ഇവിടെ കൊടുത്തിട്ട്, കാരണം പോയിട്ട് കച്ചവടക്കാരോട് ഞങ്ങൾ മേടിക്കുന്നതാണ്. ആണല്ലേ? നാടൻ, ഇവിടുത്തെ നാടൻ മീനുകളാണ്. നല്ല പിലോപ്പിയല്ലേ? നാടൻ പിലോപ്പി. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് ശശികല ചേച്ചി. വരാപ്പുഴ. വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. ഈ കറികളെല്ലാം ഞാൻ ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. എന്നാ ഇത് വളരെ ഫ്രഷ് ആണ്, അതിന്റെ പ്രോസസ്സ് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, ഈ ചേച്ചിയെ തന്നെ ഈ എപ്പിസോഡിൽ വരക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പാചകം ചെയ്യുന്ന ആ ഒരു പോസ് എനിക്ക് എന്താ പറയുക, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ആക്ഷൻ, ഇതെല്ലാം ഭയങ്കര മൂവ്മെന്റ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ട് എനിക്ക്. എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്? കെട്ടിലെ പിലോപ്പി, കോഴി വറുത്തത്, മീൻ വറുത്തത്, മീൻ കറി, മീൻ റോസ്റ്റ്, ചെമ്മീൻ പൊരിച്ചത്, പിന്നെ മുയല്, പിന്നെ കപ്പ ഉണ്ടപ്പോണ്ട് കഴിച്ചൊക്കെയായിട്ട് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കറികൾ മേടിച്ച് ഞങ്ങൾ അങ്ങോട്ട് തിന്നു. അപ്പോൾ വൈശാഖിന് ഇത് ഭയങ്കര ഇഷ്ടം. ഞാൻ വൈശാഖിനോട് ചോദിച്ചു, വൈശാഖ് എങ്ങനെയുണ്ട്, അവിടെ കിട്ടുന്നത് പോലെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അവൻ്റെ നാട്ടിൽ കിട്ടുന്നതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞു.
അടുത്തത് ഫെറി യാത്ര ഒന്ന് നടത്തണം. വൈശാഖനെ കൊണ്ടൊന്ന് ഫെറി യാത്ര നടത്തണം. അപ്പോൾ നേരെ അടുത്ത ഫെറി കയറാൻ വേണ്ടി നേരെ ബൈക്കിന് അവിടെ നിന്ന് നേരെ വിട്ടടിച്ചു. അവിടെ ചെല്ലുമ്പോഴേക്കും ഫെറി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആളോട് വേഗം തന്നെ ടിക്കറ്റ് എടുത്തു. ചേട്ടന്റെ പേര് ബൈജു എന്നാണ്. ബൈജു. ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടെ തന്നെ പള്ളിയുടെ പോയുള്ളതാണ്. ഇത് ഫെറി സർവീസ് ആണ്. ഇവിടുന്ന് പെടല ഇവിടുന്ന് പെടല പാലിയന്തുരുത്ത് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു കണ്ടെയ്നർ റോഡ്. കണ്ടെയ്നർ റോഡിൽ ഒരു 3 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എറണാകുളത്ത് എത്താം. ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാൽ നിങ്ങളൊന്നും ഞെട്ടും. കാരണം ആ നിൽക്കുന്ന ബോട്ടില്ലേ അതൊരു ഹോസ്പിറ്റലാണ്. ആ തുരുത്തിലെ പല പല സ്ഥലങ്ങളിലേക്കും അവിടുത്തെ അത്യാഹിത വിഭാഗങ്ങൾക്കും അസുഖങ്ങൾക്കെല്ലാം അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ചികിത്സ കൊടുക്കുന്ന ഒരു ബോട്ട്, ഗവൺമെന്റിന്റെ ഒരു ബോട്ട്. ഇത് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. 1 മാസം 2 മാസം എന്തോ ആയിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും അവർ പെർമിഷൻ തന്നില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കടമക്കുടിയുടെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അതിന്റെ അകത്തൊന്ന് പോയി നോക്കാം. നമുക്ക് അവിടുത്തെ ഡോക്ടേഴ്സിനെയും ഇവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ അടുത്തതായി ഞാൻ എത്തിയത് അവിടുത്തെ ഹോസ്പിറ്റലിലേക്കാണ്, ആയുർവേദ ഹോസ്പിറ്റൽ. ഞാൻ അങ്ങോട്ടേക്ക് അകത്തോട്ട് കയറാൻ ശ്രമിച്ചു. ആദ്യം അവരെന്നെ ക്ഷണിച്ചെങ്കിലും പിന്നെ അകത്തോട്ട് എത്തിയപ്പോൾ ഡോക്ടറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ ആണെങ്കിൽ ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ ഈ ചേച്ചിയെ പരിചയപ്പെട്ടു. ഈ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കൊരു പഴയ സിനിമാ നടിയുടെ ഒരു മുഖച്ഛായ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചേച്ചി ഒന്ന് വരയ്ക്കാം എന്ന് വിചാരിച്ചു. എന്തോ ഒരു പ്രത്യേക ഭംഗിയും ഒരു അട്രാക്ഷനും ഒക്കെ ഈ പുള്ളിക്കാരത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഈ ചേച്ചിയുടെ ചിത്രം ഞാൻ ഈ എപ്പിസോഡിൽ വരച്ച് വെക്കുന്നു. എനിക്ക് ഏത് സിനിമ നടിയാണെന്നറിയോ? ഏത് ഭരതന്റെ ഒരു സിനിമയിലെ ഒരു നടിയായിട്ടാണ്. പേരിന് ഓർമ്മ വരുന്നില്ല. ഞാൻ എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും നടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ നല്ല മഴയെന്ന് തന്നെ പറയാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ചെറുതായിട്ട്. ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസമെന്ന് അറിയാം. അതും ഏകദേശം കുറച്ച് നല്ല ദൂരം ഉണ്ട് അകത്തോട്ട്. أنا بعد أسوي بيكتشرز. Where are you from? سعودي أرابيا. Okay. أنا هوتيل هير. أنا يجي يدور منا روح كد. അപ്പോൾ അതെ, ഞങ്ങൾക്ക് ഇവിടെ വെച്ച് കിട്ടിയൊരു സൗദി ഫ്രണ്ടാണേ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ ബ്രോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മലയാളം പുള്ളിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഹീസ് ഫ്രം സൗദി അറേബ്യ. വാട്ട്സ് യുവർ നെയിം? Abdullah. Yeah. Actually, when we are coming here, we met Abdullah. It's a great opportunity to meet him. Thank you. Our channel's name is Sketch and Travel. One is Vaishak Vlog. പുള്ളി ഈ പറയണ അറബി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളിക്കാണ് ഇംഗ്ലീഷും അറിയാൻ പാടില്ല, ഞങ്ങൾക്ക് അറബിയും അറിയാൻ പാടില്ല. ഇപ്പൊ എല്ലാം പാലങ്ങളായി. അബ്ദുള്ളയെ കണ്ടതിന് ശേഷം ഒരു അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പോയിരുന്നു. ഇനി അടുത്തത് എന്ത് ഷൂട്ട് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് അതേ ദൈവദൂതനെ പോലെ നമ്മുടെ വള്ളക്കാരനായിട്ടുള്ള വിൻസെന്റ് ഏട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഈ കാണുന്നത്
നമ്മൾ ചരിയന്തുരുത്തിൽ നിന്ന് ചേന്നൂർക്ക് വഞ്ചിക്ക് അപ്പുറത്തോട്ട് കിടക്കണം. അപ്പൊ നമ്മളെ ചേട്ടന്റെ പേരാണ് വിൻസെന്റ് എന്നാണ് ഈ ചേട്ടന്റെ പേര്. അപ്പൊ ഞാനും വൈശാഖും കൂടി എന്താ പറയാ ആ ദ്വീപിലേക്ക് വഞ്ചിയിൽ ഒന്ന് അതെ അതെ ചേന്നൂര് തുണ്ടൻകട വഴി ചരിയന്തുരത്തിലേക്ക് പോകുന്നു. അതെ പണി കുറവാണ്, ഈ പണിക്ക് പോണാണ്. പണിക്ക് പോക്ക് കുറവായതിന്റെ ഒരു കാലത്ത് അതിരാവിലെ ഒരു 5-8 ആൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 10 മണി വരെ ഒന്നൊരാള് ഇടക്ക് 2 ആള് ഇവിടെ 2 ആളാണ്. അതൊക്കെ റിസോർട്ടാണെന്നല്ലേ? ഇത് റിസോർട്ട് നിർത്തി വെച്ചേക്കും. വിൻസെന്റ് ഏട്ടനോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. വിൻസെന്റ് ഏട്ടൻ എന്തുകൊണ്ടാണ് വഞ്ചിയിൽ ഇങ്ങനെ തുഴയാൻ നിൽക്കുന്നത്, ഇത് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്. വിൻസെന്റ് ഏട്ടൻ പറയുന്നത് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ ആരോ കൊട്ടേഷൻ എടുത്തേക്കുന്ന ഒരു വഞ്ചിയാണ്. ആ വഞ്ചിയിൽ വിൻസെന്റ് ഏട്ടൻ പണിക്ക് നിൽക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം വിൻസെന്റ് ഏട്ടൻ പിന്നെയും വേറെ 2-3 പേര് ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം കിട്ടുന്നത് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത് കാണുന്ന റിസോർട്ടിൽ നിന്നൊക്കെ പുള്ളിക്ക് വരുമ്പോൾ അത്യാവശ്യം അവർ കൈമടക്കുകൾ കൊടുക്കും എന്നും പുള്ളി വളരെ ഹാപ്പിയാണ് ഇത് ചെയ്യുന്നതിന്. വിൻസെന്റ് ഏട്ടൻ ഒരു കൊടിയ ഭക്തനാണ് കേട്ടോ. കാരണം നാഴികയ്ക്ക് 40 വട്ടം പുള്ളി ആ നാട്ടിലെ പള്ളിയെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ കഥകളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറച്ചു നേരം. എൻ്റെ പേര് വിൻസെന്റ്. ഞാൻ ഈ ആഴ്ചയിൽ 2 ദിവസമാണ് കടത്തിറക്കണത്. എൻ്റെ പടിഞ്ഞാറ് പള്ളിയുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ പരിസരം പടിഞ്ഞാറ് വശം അങ്കമ്പാടി പടിഞ്ഞാറ് വശമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ചേട്ടന്റെ ഇന്നും നാളെ ഉണ്ടെന്നോ അല്ലേ? ഇന്നും നാളെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇത് എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 6:30 വരെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 6 വരെ 6:15 ഒരു പെണ്ണിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ വിൻസെന്റ് ഏട്ടനോട് നമ്മൾ വഞ്ചി യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നേക്കാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വഞ്ചി യാത്ര തൊട്ടുമ്പോ ഒരു പണ്ടെപ്പോഴോ ചെയ്തേക്കണേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെയ്തേക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലെ കൂടെ ആണ് പോയത്. അങ്ങനെ വിൻസെന്റ് ഏട്ടനോട് കുറേ നേരം ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കറങ്ങി. അതിനിടയിൽ വിൻസെന്റ് ഏട്ടൻ കുറേ കഥകൾ പറയുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ഇവിടെ കടത്ത് രാത്രി കാലങ്ങളിൽ ഇല്ലാതെ വന്ന സമയത്ത് സിനിമ കഴിഞ്ഞ് ഇവർ പുഴ നീന്തി കിടക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ കഥകൾ. അതും നല്ല മഴയത്തൊക്കെ നീന്തി കിടക്കുന്ന, എനിക്ക് ആ മൊയ്തീൻ സിനിമയൊക്കെ ഓർമ്മ വന്നു പുള്ളി കഥ ഇത് പറയുന്നത്. സത്യമാണോ നുണയാണോന്ന് അറിയില്ല, പക്ഷെ പുള്ളി പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ. കാരണം ദ്വീപുകളാണല്ലോ, ഇപ്പോഴാണല്ലോ പാലങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ വൈശാഖ് ഈ സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വൈശാഖ് ഈ നീന്താൻ അറിയാമോ, വഞ്ചിയിൽ കയറിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ വഞ്ചിയിൽ പണ്ടെപ്പോഴോ ചെറുപ്പത്തിൽ കയറിയേക്കണുണ്ട്, പിന്നെ ഇപ്പോഴാണ് ഞാൻ വഞ്ചിയിൽ കയറുന്നത്.